ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ? അപ്പോൾ ദാ ഞങ്ങൾ നല്ലൊരു സദ്യ കഴിക്കാൻ വന്നതാട്ടോ. എല്ലാവരും കൂടിക്കോ. ഇത് കേരള സ്റ്റൈലല്ല, കർണാടക സ്റ്റൈലാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയാലോ നമുക്ക് അങ്ങോട്ട്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സദ്യവട്ടങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാ നമ്മൾ രാവിലെ എത്തി, എന്നിട്ട് ഒരു ഹോട്ടലിൻ്റെ ഒരു ഹാൾ വെച്ചിട്ടായിരുന്നു പരിപാടി ഉണ്ടായിരുന്നത്. മേലെ ഹാളും താഴെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ചെന്നപ്പോൾ എൻഗേജ്മെൻറ്റ് പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് തന്നത് ഒരു കട്ട്ലൈറ്റ് ആണ് കേട്ടോ. നല്ലൊരു കട്ട്ലൈറ്റ് ആയിരുന്നു, ഒരു വെജിറ്റബിൾ കട്ട്ലൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചു, സെറ്റായി. എന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ അവിടെയൊക്കെ നിന്ന് പിള്ളേരൊക്കെ കുറച്ച് കളിച്ചു. പിന്നെ നമ്മുടെ ഫാമിലി, നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മെയിനായി കട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ സെക്ഷൻ എന്ന് പറയുന്നത് ഫുഡ് അടിയാണല്ലോ. ഇതെന്താണെങ്കിലും വെജിറ്റേറിയൻ ഫുഡാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ കന്നഡ സ്റ്റൈലൊക്കെ ഇപ്പം സദ്യയൊക്കെ കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടായി. അപ്പം നമുക്ക് എന്താണെങ്കിലും ഒരു അടിപൊളി ട്രീറ്റായിരുന്നു കേട്ടോ ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇലയൊക്കെ വൃത്തിയാക്കി കഴിക്കുകയൊക്കെ വൃത്തിയാക്കി വെച്ചു. ഇനിയിപ്പോൾ അങ്ങനെ ഓരോരോ വിഭവങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് കന്നഡ സ്റ്റൈൽ സദ്യയുടെ ഒരു പ്രത്യേകത. അതാ ഫസ്റ്റ് വന്നത് ഒരു പായസമാണ്, സേമിയും പിന്നെ വേറെ എന്തോ ഇട്ട് വെച്ച ഒരു പായസമായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് കട്ടയ്ക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിച്ചു. അതിനുശേഷം പിന്നെ നമുക്ക് ഉപ്പ്, അതുപോലെ അച്ചാറ്, ഓരോരോ വിഭവങ്ങൾ ഇതാ വരി വരിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ എങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് വിളമ്പുന്ന സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ കഴിക്കും. അതല്ലാതെ നമ്മുടെ സദ്യ പോലെ എല്ലാ ഉപ്പേരികളും എല്ലാം വിളമ്പിയിട്ട് ചോറ് വിളമ്പി അങ്ങനെയല്ല, ഓരോരോ ഐറ്റം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടും ഇരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇത്. പിന്നെ ലാസ്റ്റാണ് റൈസ് ഐറ്റംസ് ഒക്കെ വരുന്നത്. ഇങ്ങനെ സൈഡ് ഡിഷായിട്ട് ഇങ്ങനെ കുറേ സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഇതാ നമ്മൾ ഈ പായസമൊക്കെ ടേസ്റ്റ് ചെയ്തു. അപ്പോൾ പായസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഐറ്റത്തിനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇനി അടുത്തടുത്ത ഐറ്റംസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് പായസമൊക്കെ കഴിച്ചു. ഞങ്ങളും പിള്ളേരും ഉണ്ടായിരുന്നു, പിന്നെ സന്തോഷേട്ടനും പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും അങ്ങനെ പായസമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവരുടെ സദ്യയിലൊക്കെ മെയിനായിട്ടുള്ള വേറൊരു ഐറ്റമാണ് ഇങ്ങനെ ഒരു സാലഡ് ഉണ്ടാവും. ഈ കടല, ഉഴുന്ന്, എന്തെങ്കിലും പച്ചക്കറി അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു സാലഡ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാണിത്. അതും നല്ല ടേസ്റ്റാണ്. നിലക്കടലൊക്കെയാണ് കേട്ടോ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഒരു മസാല പോലെയൊക്കെ എരിവും ഉപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ക്യാരറ്റോ അങ്ങനെ എന്തൊക്കെയൊക്കെ സ്ലൈസ് ചെയ്തിട്ടിട്ട് കുറച്ചൊരു മിക്സഡ് സാലഡ് ആക്കിയിട്ടാണ് തന്നത്. പിന്നെ നമ്മുടെ ഒരു തോരൻ പോലെ, നമ്മുടെ ക്യാബേജും ചെറുപയറൊക്കെ കൂടിയിട്ട് ഒരു തോരൻ പോലെ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കൊണ്ടുവരുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഓരോരോ ഐറ്റം ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നും ടേസ്റ്റ് ചെയ്തും കഴിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ആസ്വദിച്ചങ്ങ് ഇരിക്കുകയാണ്. പിന്നെ നമുക്ക് കിട്ടിയത് ഒരു മസാലക്കറി ആയിരുന്നു. അത് നമുക്ക് ഇങ്ങനെ ചപ്പാത്തിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടെങ്കിൽ റൈസൊക്കെ കഴിക്കാനായിട്ട് ഒരെണ്ണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം കൊണ്ടുവന്നു കേട്ടോ. ഇത് ഇവിടുത്തെ പപ്പടം പോലെ തന്നെ ഒരു ഐറ്റമാണ്. പപ്പടം ഇത് ഇങ്ങനെ റൗണ്ടിലുള്ളതും ഒരു നീളത്തിലുള്ളതും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പപ്പടം പോലെ ഇരിക്കും, ഇവിടെ പറയുന്നത് അപ്പളം എന്നാണ്. അത് 2 പീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ നമുക്ക് ഗുലാബ് ജാമുൻ പോലെ ഒരു ജാമുൻ സ്വീറ്റ് കൊണ്ട് തന്നിട്ടുണ്ട്. ഇവിടെ എപ്പോഴും സ്വീറ്റ് ഉണ്ടായിരിക്കും സദ്യക്കൊക്കെ മെയിനായിട്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നു. അപ്പോൾ ഈ ഗുലാബ് ജാമുനൊക്കെ നമ്മൾ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കർണാടകക്കാരുടെ സ്പെഷ്യൽ ഒരൈറ്റാണ് ഒബ്ബട്ടെന്ന് പറയും. ഇത് ഈ മൈദയും കടലമാവും അങ്ങനെ എന്തൊക്കെയോ വെച്ച് മിക്സാക്കി ഉണ്ടാക്കുന്നതാണ്. അതിൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് കഴിക്കുക. ഇത് നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ചപ്പാത്തി വലുപ്പത്തിലൊക്കെ ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റാണ്. അതിൽ കുറച്ച് നെയ്യ് നമുക്ക് ആക്കി തരും. എന്നിട്ട് നമ്മൾ നെയ്യും ഒക്കെ കൂട്ടിയിട്ടാണ് ഇത് ഉബ്ബട്ട് കഴിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഡിഷാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ബജ്ജീസ് അങ്ങനത്തെ ഒക്കെ വരുന്നുണ്ട്, അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് റൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൈസിന് കഴിക്കാനൊക്കെയാണ് മസാലക്കറിയും പിന്നെ നമ്മുടെ അച്ചാറും അങ്ങനെ ഈ പപ്പടമൊക്കെ കേട്ടോ. അതിനുശേഷം നമ്മുടെ നോർമൽ റൈസ് വന്നു, നമ്മുടെ വൈറ്റ് റൈസ്. അതല്ലെങ്കിൽ ഒരു പലാവ് ഉണ്ടാവും. പലാവ് കഴിഞ്ഞിട്ട് വൈറ്റ് റൈസ് വരും. അതിന് പിന്നെ രസം, സാമ്പാർ, തൈര് അങ്ങനെ എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ പുലാവും നമ്മുടെ സാലഡും വന്നു. അപ്പോൾ ഇനി ഇത് കഴിച്ച് തീർക്കട്ടെ, അപ്പോഴേക്കും അടുത്തത് വരും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പൂരി കൊണ്ടു തന്നു. ഇതിനായിരുന്നു വേറൊരു മസാലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പൂരിയൊക്കെ കൂടി നമ്മൾ കഴിച്ചു. നമ്മളെല്ലാം കുറച്ച് മേടിക്കുന്ന, ആവശ്യത്തിന് മേടിച്ചാൽ മതി, കുറേയെല്ലാം മേടിച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ പൂരി കഴിക്കാനായിട്ട് ഒരു കോളിഫ്ലവർ മസാലക്കറി ആട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് പൂരിയൊക്കെ കഴിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരുവിധം ഫിനിഷ് ആക്കിയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ റൈസ് വരുന്നത്. നമ്മുടെ ചോറ് പച്ചരിയുടെ ചോറും പിന്നെ നല്ല സാമ്പാറും. ഇവിടുത്തെ സാമ്പാർ നല്ല ടേസ്റ്റാണ്, പക്ഷേ എനിക്ക് വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. അപ്പോൾ ചേട്ടൻ മേടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചോറും രസവുമാണ് വന്നത്. എല്ലാം കുറച്ച് വാങ്ങുന്നതുകൊണ്ട് നമുക്കിതെല്ലാം കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചോറും നല്ല ചൂടുള്ള രസമായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചോറിൻ്റെ കൂടെ പിന്നെ തൈര് വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറും തൈര്, ചോറ് രസം, ചോറ് സാമ്പാർ അങ്ങനെ കോമ്പിനേഷൻ.
നല്ലൊരു ഓർഡർ ഇവർ കീപ്പ് ചെയ്യേണ്ടത് തോന്നി കേട്ടോ. ഇതെന്താണെങ്കിലും ഈ കന്നഡത്തുകാർ ഒരുവിധം കന്നഡ സദ്യയൊക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുള്ള ഡൈജഷൻ പ്രോബ്ലംസ് ഒരുവിധമൊക്കെ ഓക്കെ ആവും. നമ്മൾ കുറച്ച് ഏതൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അത് മാത്രം മേടിച്ചാൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസ്ക്രീം കൊണ്ട് തന്നു. പിന്നെ അതുപോലെ ഒരു ചെറുപഴം ഉണ്ടാവും എപ്പോഴും എല്ലാ സദ്യയിലും. അതുപോലെ എല്ലാവർക്കും ഒരു തേങ്ങ തരും കേട്ടോ. തേങ്ങയാണ് കവറിലാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ അവിടെ കട്ട് ചെയ്ത കേക്കിൻ്റെ പീസസും ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു തേങ്ങ ഒക്കെ കിട്ടും കേട്ടോ. സദ്യക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലവർ പാത്രമൊക്കെ തരും. അപ്പോൾ നമുക്ക് ഈ തേങ്ങ തന്നുകൊണ്ടിരിക്കുന്നതാണ് ധീരജ്, ഇവരുടെ കമ്പനി വർക്ക് ചെയ്യുന്നത്. ഇവരുടെ അനിയത്തിയുടെ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണെങ്കിലും താങ്ക് യു ധീരജ്. അടിപൊളി ഫുഡും അടിപൊളി ഫംഗ്ഷനൊക്കെ ആയിരുന്നു. ഞാൻ ഫുഡൊന്നും വേസ്റ്റ് ആക്കിയില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടിപ്പട്ടാളംസൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വയറൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഐസ്ക്രീം എടുത്ത് കഴിച്ചത്. ആ സമയത്ത് കഴിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇത് ഐസ്ക്രീമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്താണെങ്കിലും അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഫോട്ടോ സെക്ഷൻ്റെ അങ്ങോട്ട് പോവാം കേട്ടോ. സ്റ്റേജിൻ്റെ അങ്ങോട്ട് നമ്മൾ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാമല്ലോ ഇനി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എൻഗേജ്മെൻറ്റ് ഗേളും ബോയും. എന്താണെങ്കിലും നല്ലൊരു ഫങ്ഷൻ ആയിരുന്നു കേട്ടോ നമുക്ക്. പിന്നെ ഇത് കണ്ടോ, ഇവർ ഈ ബോയുടെ വീട്ടുകാർ കൊണ്ടുവന്നതാണ്. ഇവർ ബേസിക്കലി തമിഴരാണ് കേട്ടോ. അപ്പോൾ തമിഴ് ഫാമിലിയാണ്. പിന്നെ ഇവരെല്ലാവരും ഇങ്ങനെ കൂട്ടുകുടുംബം പോലെയാണ്. അത് ഭയങ്കര ഒരു അട്രാക്ഷനാണ് ഇവരുടെ. ഇങ്ങനെ ചെറിയച്ഛൻ അങ്ങനെ കുറേ റിലേറ്റീവ്സ് ഒരുമിച്ചാണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇവർ ഈ ഗേളിന് കൊണ്ടുവന്ന് കൊടുത്ത സാധനങ്ങളാണ് കേട്ടോ ഈ സ്റ്റേജിൽ ഫുള്ള് വെച്ചിരിക്കുന്നത്. കുറേ ഐറ്റംസ് ഉണ്ട്, മേക്കപ്പ് ഐറ്റംസ്, ചോക്ലേറ്റ്സ്, അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അത്രയൊന്നും കണ്ടില്ല. അപ്പോൾ അതേ കുറേ ഐറ്റംസ് ഒക്കെ കാണാമായിരുന്നു കേട്ടോ സ്റ്റേജിൽ. നമ്മൾ ഫോട്ടോ സെക്ഷന് വേണ്ടി പോയ സമയത്താട്ടോ ഇതൊക്കെ കണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റേജിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. പിന്നെ താഴെ ഇറങ്ങിയപ്പോൾ നമ്മുടെ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ എടുത്തു, പിന്നെ അതേ സന്തോഷേൻ്റെ ഫാമിലി എടുത്തു. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് നേരം കൂടിയൊക്കെ നമ്മളവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഈ സീൻ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ചെന്നപ്പോൾ നമുക്ക് കട്ട്ലൈറ്റ് കിട്ടിയെന്ന് പറഞ്ഞില്ലേ. ഫസ്റ്റ് നമുക്ക് കട്ട്ലൈറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത് ഫസ്റ്റ് ഇടാൻ മറന്നു, അതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനെ കട്ട്ലൈറ്റൊക്കെ കഴിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞു നമ്മുടെ സദ്യ കഴിക്കലും ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി വിളിച്ച് വീട്ടിലേക്ക് പോകാമല്ലോ. അപ്പോൾ ഇതാ എല്ലാവരും റെഡിയായി പോകാനായിട്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ റോഡിൻ്റെ ഒക്കെ അവിടെ ഇറങ്ങി വന്നു, സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്നു. ഇതൊരു ഹോട്ടലിൽ വെച്ച് നടത്തിയ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവിടെ നിന്ന് പൂവൊക്കെ എന്തൊക്കെയോ പിള്ളേരൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കന്നഡ സ്റ്റൈൽ ഫുഡൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.